നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വീണ്ടും ശക്തി പ്രാപിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാണി കോൺഗ്രസിനെ തകർത്തെറിയുക എന്നുള്ളതാണ് PJ ജോസഫിൻ്റെ ചിരകാല അഭിലാഷം. കാരണം അത്രയേറെ അപമാനം ജോസ് കെ മാണിയിൽ നിന്നും നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ വൈരാഗ്യ ബുദ്ധിയോടെ തന്നെയാണ് PJ ജോസഫ് മുന്നോട്ട് പോകുന്നത്. അതിൽ യാതൊരു തെറ്റും ഇല്ല എന്നുള്ളതാണ് വ്യക്തം. മോൻസ് ജോസഫും PJ ജോസഫും മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പ്രതികരിച്ച് UDFിൽ ഉള്ള 2 MLA-മാർ. എന്നാൽ ഇപ്പോഴും ജോസ് കെ മാണി വിഭാഗത്തിന് 5 MLA-മാരുണ്ട്. ജോസ് കെ മാണി അതിദയനീയമായി പാലായിൽ നിന്ന് തോറ്റു. ഇനി നിയമസഭയിലെ കുളിര് കൊള്ളാൻ യാതൊരു സാധ്യതയും ഇപ്പോഴും മുന്നിൽ തെളിഞ്ഞ് കാണുന്നില്ല എങ്കിൽ പോലും ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഇപ്പോഴും മധ്യ തിരുവിതാംകൂറിൽ മോശമല്ലാത്ത രീതിയിൽ വേരോട്ടമുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അത് LDF വലിയ തോതിൽ അംഗീകരിക്കുന്നുമുണ്ട്. ഇടതുപക്ഷത്തിനകത്ത് CPIക്ക് കൊടുക്കാത്ത പ്രാധാന്യം പോലും കൃത്യമായി ജോസ് കെ മാണി വിഭാഗത്തിന് കൊടുക്കുന്നതിൽ വലിയ അസംതൃപ്തി ബിനോയ് വിശ്വവും അതുപോലെ പല നേതാക്കളും രേഖപ്പെടുത്തുന്നുണ്ട്. മുൻപ് ഇത് കാനം രാജേന്ദ്രൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ആ സാഹചര്യങ്ങളിലൊന്നും CPIMകാർ അതിനെ തിരിഞ്ഞു നോക്കുകയോ ഗൗനിക്കുകയോ ചെയ്തില്ല. ഇപ്പോഴും ആ രീതിയിൽ തന്നെ തുടരുന്നു. പീരിമേട് വാഴൂർ സോമന്റെ മരണത്തിന് ശേഷം ആ മണ്ഡലം പോലും മാണി ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനകൾ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും അവർ മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലങ്ങൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ അവർ MLA-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ് അവരുടെ മുന്നിൽ ഉള്ളത്. UDFിൻ്റെ അകത്തുള്ള യഥാർത്ഥ കേരള കോൺഗ്രസ് തങ്ങളാണ്. കേരള കോൺഗ്രസ് കേരളത്തിൽ ബ്രാക്കറ്റില്ല പാർട്ടി തങ്ങളുടേത് തന്നെയാണ് എന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് PJ ജോസഫിൻ്റെ ശ്രമം. തൊടുപുഴയിൽ ഇത്തവണ അപ്പു ജോസഫ് ഇറങ്ങുമോ? PJ ജോസഫ് 84 വയസ്സായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി മത്സരിക്കില്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല എങ്കിൽ പോലും വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് 2ാം കക്ഷി എന്ന പ്രാധാന്യമുണ്ട്. അതിനുശേഷം പിന്നീട് ഏറ്റവും കൂടുതൽ MLA-മാർ എന്ന രീതിയിൽ അവർ പരിഗണിക്കുന്നത് ജോസഫ് വിഭാഗത്തെയാണ്. മാണി വിഭാഗത്തെ UDFിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അടൂർ പ്രകാശ് അടക്കമുള്ളവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായി തടയാനാണ് PJ ജോസഫും മോൻസ് ജോസഫും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം UDFിലായിരുന്നാലും ചെല്ലാൻ താല്പര്യക്കുറവൊന്നുമില്ല. എന്നാൽ അതിനെ തടയാൻ പലരുമുണ്ട് എന്നുള്ളത് ജോസ് കെ മാണിക്ക് നന്നായി അറിയാം. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ UDFിൻ്റെ അക്കൗണ്ടിൽ നിന്നുകൊണ്ട് വീണ്ടും കോട്ടയം ലോക്സഭാ സീറ്റിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് ജോസ് കെ മാണിക്ക് നന്നായി അറിയാം. എന്നാൽ പാർലമെന്റ് സീറ്റ് മോഹിച്ചാണെങ്കിൽ അത് വഴിപ്പെടില്ല എന്ന്, അതിന് തരപ്പെടില്ല എന്നുള്ളത് ഏറെക്കുറെ അറിയാവുന്ന വ്യക്തിയും കൂടിയാണ്. വാസ്തവത്തിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം PJ ജോസഫിൻ്റെ ശക്തമായ പതനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ ട്വിസ്റ്റ് ഏത് നിലയ്ക്കാണ് എന്നത് പ്രവചനാതീതമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.